കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ എവിടെ പോയാലും നിങ്ങൾ എന്റെ പിന്നാലെ വരും. സമാധാനമായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ എന്റെ ജീവിതം എറിഞ്ഞുടക്കാൻ തീരുമാനിച്ചു. തീരട്ടെ. ഞാൻ ഇല്ലാതായിട്ടാണെങ്കിലും മറ്റുള്ളവർ സമാധാനമായിട്ട് ജീവിക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. മോളെ മോളെ, നീ പറഞ്ഞ സത്യമാണോ? എനിക്കിത് വിശ്വസിക്കാവോ? പ്രിയ, എനിക്ക് ഈ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ല. മോളെ, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. മോളെ, ഞാൻ നിനക്ക് എന്താ തരുന്നേ? ഇനി നീ പറയുന്നതായിരിക്കും നമ്മുടെ ലൈഫ്. എനിക്കറിയാം, ഞാൻ താലി കെട്ടിയത് നിനക്കങ്ങനെ മറക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാ ഒരുമിച്ച് ജീവിക്കുന്നത്? പറ മോളെ. ഞാൻ പറഞ്ഞു തീർന്നില്ല. നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുപോയി താലി കെട്ടിയതൊന്നും ആരും അംഗീകരിക്കത്തില്ല. അത് കല്യാണമായിട്ട് തന്നെ നടത്തണം. അതെവിടെ വെച്ച്, എങ്ങനെ, എപ്പോ നടത്തണമെന്ന് ഞാൻ പറയും. മതി, അത് മതി. എല്ലാം നിന്റെ ഇഷ്ടം. അതുവരെ എന്നെ ശല്യം ചെയ്യരുത്. ഇല്ല. നിങ്ങൾക്ക് മുന്നിൽ സ്വയം മരിക്കാൻ കഴുത്ത് നീട്ടി തരുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സമ്മതിച്ചോ? സമ്മതിച്ചു, എല്ലാം സമ്മതിച്ചു. ഇനി നിനക്കെന്താ പറയാനുള്ളേ? ഇനി എനിക്കൊന്നും പറയാനില്ല. കല്യാണം വരെ എന്റെ പിന്നാലെ വരരുത്. വരില്ല. പിന്നെ ഞാൻ പറയുന്നത് വരെ ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി. കേട്ടല്ലോ? കേട്ടു. Bye. Bye. Thanks my God. അങ്ങനെ പ്രിയ എന്റെ ലൈഫിലേക്ക് വരുന്നു. Avinash and Priya going to start live. ഇപ്പം മനസ്സിനൊരു സമാധാനമുണ്ട്. ഈ 6 മാസത്തിനുള്ളില് അവര് തമ്മിൽ ഒന്നിച്ചാ മതിയായിരുന്നു. ഒരു വർഷം കൊണ്ട് സാധിക്കാത്തതേ ഇനി ഒരു 6 മാസം കൊണ്ട് എങ്ങനെ സാധിക്കും? എല്ലാം മാറിക്കിട്ടാൻ ചിലപ്പോ ഒരു ദിവസം മതി. ഇനി അവളുമാര് വല്ല വിഷവും കലക്കി കൊടുക്കുമെന്നാ എന്റെ സംശയം. പേടിക്കണ്ട, ഒന്നും സംഭവിക്കത്തില്ല. ഇതുവരെ DKക്ക് തിരിഞ്ഞു നോക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. അയാൾ ചെയ്യുന്നതാണ് ശരിയെന്ന് അയാൾ അങ്ങ് വിശ്വസിച്ചു. ഇപ്പൊ കോടതിയുടെ മേൽനോട്ടത്തിലാ കാര്യങ്ങൾ. 6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ പിരിയേണ്ടി വരില്ലേ? സാധാരണഗതിയിൽ അത് വേണം. പക്ഷേ 6 മാസത്തിനുള്ളിൽ എല്ലാം കലങ്ങി തെളിയുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. നീ എന്താന്നും കഴിക്കാതിരിക്കുന്നത്? കഴിക്ക്. എനിക്ക് വിശപ്പില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നത്തെ ദിവസം ഒരു വകയും കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ പട്ടിണി കിടന്നാ ഇല്ലാതാവുന്നത് നീ തന്നെയാ. ചാവട്ടെ. ഇങ്ങനെ ചത്ത് ജീവിക്കുന്നതിനേക്കാളും ഭേദം അത് തന്നെയാ. മോളെ, നിനക്കിത് എന്ത് പറ്റി?
രാജീവിന്റെ അമ്മയെ കാണാൻ പോയിട്ട് വന്നപ്പോ മുതല് ഇവളിങ്ങനെയാ. എന്ത് ചോദിച്ചാലും ഇതാ മറുപടി. മോളെ, കഴിഞ്ഞത് കഴിഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ സംഭവിച്ചത്. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പറ്റും. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എങ്ങനെ? ആ അച്ഛനെ അമ്മയും ഞാൻ നോക്കും. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു വിവാഹം ഞാൻ കഴിക്കില്ല. മോളെ, നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഭ്രാന്തല്ല. രാജീവേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഞാനിത് ചെയ്തേ പറ്റൂ. രാജീവേട്ടന് പകരം ഞാൻ അവരെ നോക്കും. അവിനാശിനോട് ഞാൻ പകരം ചോദിക്കും. മോളെ, നീ സത്യം. എന്റെ ജീവിതം ഇനി അവർക്ക് വേണ്ടിയുള്ളതാ. എടീ, ഇനി അങ്ങോട്ട് ഞാൻ പലതും ചെയ്യും. ഒരുപക്ഷെ അതൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത കാര്യങ്ങളായിരിക്കും. ഞാൻ എന്ത് ചെയ്താലും എന്നെ എതിർക്കരുത്, തടയാനും വരരുത്. എനിക്ക് നിങ്ങളെ നിഷേധിക്കേണ്ടി വരും. നീ എന്താ പിച്ചുമ്മയും പറയാണോ? നിന്റെ ബോധം നഷ്ടപ്പെട്ടോ? എനിക്കൊരു ബോധവും നഷ്ടപ്പെട്ടിട്ടില്ല. പകരം ഉറച്ച ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഞാൻ നടപ്പാക്കുകയും ചെയ്യും. എങ്കിലേ എന്റെ രാജീവേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. പ്രിയ, ഇനി നീ പഴയ പ്രിയയല്ല, പ്രിയ രാജീവ. രാജീവേട്ടന് വേണ്ടി ജീവിക്കുന്ന പ്രിയ. എന്റെ രാജീവേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ അവിനാശിന്റെ പ്രാണം കൊണ്ട് എനിക്ക് ബലികർമ്മം ചെയ്യണം. അത് ചെയ്യും ഞാൻ. ഇതങ്ങോട്ട് പിടിക്കും സാറേ. ഒരല്പ സന്തോഷം ഇരട്ടിക്കും. എന്റെ സന്തോഷത്തിന് അതിരുകളില്ലടോ. അവളെ ഇതൊന്ന് സമ്മതിപ്പിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്നറിയോ? മണ്ണും പെണ്ണും പണവും തലേ കയറിയ പിന്നെ അതൊരു ഭ്രാന്താ സാറേ. തലച്ചോറിൽ ലഹരിയായി പടർന്നു കയറുന്ന സ്നേഹം, അതൊരു ഉന്മാദമായി നമ്മളെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കും. മണ്ണും പണവും ഒരിക്കലും എന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവളെന്നെ ചുറ്റി നിൽക്കുന്ന ഭ്രാന്ത. അവക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സാർ, ഗ്ലാസ്. സാറേ, അപ്പോ ഡിവോഴ്സ് ഉടനെ കിട്ടുമോ സാറേ? എന്നാലല്ലേ കല്യാണം നടക്കൂ. എല്ലാം നടക്കും. നടന്നല്ലേ പറ്റൂ. സാറേ, ആ പെണ്ണ് സമ്മതിച്ചെന്ന് കരുതി DK സമ്മതിക്കുന്ന സാറിന് തോന്നുന്നുണ്ടോ? DKയുടെ കാര്യം അവൾ ഏറ്റിട്ടുണ്ട്. ഇതൊരു കുരുക്കാണോ സാറേ? കുരുക്കോ? ഒരിക്കലും അല്ല. ഇത് എന്നോട് സ്നേഹം കൂടിയിട്ട് അവൾ സമ്മതിച്ചൊന്നുമല്ല. എന്റെ ശല്യം സഹിക്കവയ്യാതെ തന്നെ ചെയ്തതാ. അവളുടെ ഉള്ളിലെ എന്നെ ശപിച്ചുകൊണ്ടാ അവൾ ഇതിന് സമ്മതിച്ചതെന്നും എനിക്കറിയാം. പക്ഷെ ആ ശാപവാക്കുകൾ മുഴുവൻ ഞാൻ സ്നേഹമാക്കി മാറ്റും.
സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ അവളെ എൻ്റേതാക്കി മാറ്റും. സാറ് വിചാരിക്കുന്ന പോലെ നടന്നാ ഭാഗ്യം. നടക്കും. അവളെ കൊണ്ട് നടത്തിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആദ്യം അവളെ എൻ്റെ ലൈഫിലോട്ട് ഞാൻ നിലവിളക്ക് കൊടുത്തുനിന്ന് കയറ്റട്ടെ. അത് കഴിഞ്ഞ് നടക്കേണ്ടതൊക്കെ നടക്കും. ഉറങ്ങണം. ഉറങ്ങിക്കോ. അതിനിപ്പോ ഞാനെന്ത് വേണം? നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ലൈറ്റ് ഇടാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് സമയത്തിന് ഉറങ്ങണം. അത് എന്റെ അവകാശമാണ്. എന്റെ ജോലി തീരാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ജോലി ചെയ്യാനുള്ള ഇടമല്ല ബെഡ്റൂം, ഉറങ്ങാനുള്ള സ്ഥലമാ. കോടതി എനിക്ക് തന്ന തുല്യ അവകാശത്തിലേ ഇതും പെടും. കോടതിയുടെ പേര് പറഞ്ഞ് നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. എന്റെ സമയത്തെ ഞാൻ ഉറങ്ങും. അതെ, അതേ അവകാശം എനിക്കുണ്ട്. എന്റെ സമയത്തിന് എനിക്ക് ഉറങ്ങണം. നിങ്ങൾ ഈ മുറിയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കുന്നുണ്ടോ ചേട്ടാ? നിങ്ങളോട് പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ കുന്തം നടച്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കേ. ഇവളെ കൊണ്ട് തോറ്റല്ലോ. അതെ, 6 മാസം ഒരുമിച്ച് ജീവിച്ച് നോക്കാനാണ് കോടതി സമയം തന്നത്. അല്ലാതെ എന്റെ തലയിൽ കയറി നിന്ന് നിരങ്ങാനല്ല. മനസ്സിലായോ? അതിന് മാത്രം സ്ഥലം നിങ്ങളുടെ തലയിലുണ്ടോ കിടന്നിങ്ങനെ നിരങ്ങാൻ? ചാളി പറഞ്ഞ് മിടിക്കാവാൻ നോക്കല്ലേ. ദേ, ഇന്നത്തേക്ക് ഞാൻ ലൈറ്റ് അണിക്കാം. പക്ഷെ അത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ദേ, നാളെ മുതൽ ഒന്നുകിൽ എന്റെ സമയത്ത് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലെങ്കിൽ പുറത്തെങ്ങാനും പോയി കിടന്ന് ഉറങ്ങിക്കോണം. ഇത് രണ്ടും നടക്കില്ല ഹിറ്റ്ലറെ. ഉറക്കം വന്നാ എനിക്ക് ഉറങ്ങണം. ചുമ്മാ നിന്ന് സമയം കളയാതെ ഈ കട്ടിലിന്റെ പകുതി ഭാഗം സ്വന്തമാക്കി കിടന്ന് ഉറങ്ങൂ കുശിനിക്കാരാ. നിന്റെ സ്ഥലം അവിടെയാ. അതൊക്കെ പണ്ട് കോടതി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പാതി പാതി. വേണേ ഒന്ന് കിടന്ന് ഉറങ്ങും. എന്തേ ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതെ ഹിറ്റ്ലറെ, ഈ ബെഡിന്റെ പകുതി ഭാഗം ചേട്ടന് അവകാശപ്പെട്ടതാണ്. പകുതിയാക്കണ്ട, മുഴുവനും നീ അങ്ങെടുത്തോ. മിണ്ടാരിടി ബേക്കറിക്കാരി. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്റെ ഈശ്വര, എന്തൊരു കൂർക്കം വലിയത്. കരുതിക്കുട്ടിയാൾ എനിക്ക് പണി തരുവാണോ? ഹിറ്റ്ലറെ, ഹലോ ചേട്ടാ. എന്താടി ബേക്കറിക്കാരി, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അതിന് നിങ്ങളൊന്ന് നിർത്തിയാലല്ലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റൂ. എന്ത് ഈ വൃത്തികെട്ട കൂർക്കം വലി? അനാവശ്യം പറയരുത്. ഞാൻ കൂർക്കം വലിച്ചില്ല. ഈയാടാ, ആര് പറഞ്ഞു നിങ്ങള് കൂർക്കം വലിച്ചു? നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഈ മുറി കിടന്ന് ഉറങ്ങിയാൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കിടന്നോ. അതെ, കോടതി പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നാ നീ പോയി കേസ് കൊടുക്കും. കൂർക്കം വലിക്കരുതെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ലൈറ്റ് അടിച്ച് കിടന്ന് ഉറങ്ങടി ബേക്കറിക്കാരി.
മിസ്റ്റർ, നിങ്ങൾ ആ ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്ത് വെക്കോ. എന്തൊരു ശബ്ദമായത്? ഇത് ഞാൻ കോടതി പറയും. മൈ ലിറ്റിൽ കണ്ണ, കോടതിയിലൊക്കെ നിനക്ക് ഇത്രയ്ക്ക് സ്വാധീനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പ്രേയർ ചെയ്തപ്പോ കണ്ണൻ അത് കോടതിയിൽ അത് നടപ്പാക്കി. 100 ടൈം താങ്ക്സ് കണ്ണ. എന്റെ ചോദ്യമോൾക്ക് അമരാവതിയിലേക്ക് നീ റിട്ടേൺ ടിക്കറ്റ് കൊടുത്തല്ലോ. യു ആർ എ ഗ്രേറ്റ് മൈ കണ്ണ. താങ്ക് യു സോ മച്ച്. വീണ്ടും വീണ്ടും താങ്ക് യു. താങ്ക് യു സോ മച്ച് കണ്ണ. ആഹാ, ഇത് കൊള്ളാലോ. അമ്മ ഇങ്ങനെ കരഞ്ഞാലേ അമ്മയുടെ ലിറ്റിൽ കണ്ണനും കരയില്ലേ? ബേട്ടി, എന്റെ ഈ കുട്ടിക്കണ്ണനോടല്ലാതെ ഞാൻ ആരോടാ എന്റെ സങ്കടം പറയേണ്ടത്? മോളെ, ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്താ ആഗ്രഹം? നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പോണം എനിക്ക്. അവിടെ ചെന്നിട്ട് നിങ്ങളെ ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിക്കണം എനിക്ക്. നീ ആശുപത്രി കിടന്നപ്പോഴേ അമ്മ നേർന്നതാ. ഏത് ക്ഷേത്രത്തിന്റെ കാര്യ അമ്മ ഈ പറയുന്നേ? അതൊക്കെയുണ്ട്. അവിടുത്തെ ദേവി നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ചാലേ നമുക്ക് അവിടെ ചെല്ലാൻ പറ്റൂ. എന്തിനാ അമ്മ ഇത്രയ്ക്ക് സസ്പെൻസ്? ഏത് ക്ഷേത്രാന്ന് എന്നോടൊന്ന് പറഞ്ഞൂടെ? പറയാം, സമയാവട്ടെ. പക്ഷെ ഒരു കാര്യം, ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഓൾഡ് ജ്യോതിയല്ല, ന്യൂ ജ്യോതിയാ. ഞാൻ എപ്പോഴും ഒരേപോലെ തന്നെ അല്ലേ അമ്മേ? നോ, യു ആർ ചേഞ്ച്ഡ് മൈ ബേട്ടി. അവിടെ പോയി തിരിച്ച് കമ്മിങ് ആവുന്നതിന് മുമ്പ് നീ അവന്റെ ഹാർട്ടിൽ കയറി ഒരു ചേറ് വലിച്ചിട്ടിരുന്നോണം. സുപ്രിയ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ അവിടെ പോണമെന്ന് അവൾ ആഗ്രഹിച്ചതാ. അവൻ അവളെ കൊണ്ടുപോയില്ലെന്ന്. സാരമില്ലമ്മേ, സുപ്രിയയുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. പോരെ? മതി. ഈ അമ്മയുടെ കൂടെ നീ വേണം ബേട്ടി. എനിക്ക് നിന്നോട് അത്രയ്ക്ക് ലവ്വാ. അയ്യടാ, ഈ അമ്മയുടെ ഒരു കാര്യം. ഞാനേ അമ്മയുടെ കൂടെ തന്നെ കാണും. പോരെ? ഷുവർ? ഇത് ട്രൂത്ത് ആണോ ബേട്ടി? എന്നാ പിന്നെ നീ എന്റെ ലിറ്റിൽ കണ്ണനോട് ഒന്ന് പറ പ്ലീസ് ബേട്ടി. പറയാം അമ്മേ. അമ്മയുടെ ലിറ്റിൽ കണ്ണ, ഈ അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണു നിറഞ്ഞിട്ടുള്ളത് ഈ തിരുമുമ്പിലല്ലേ? ഇനി ഈ അമ്മയെ സങ്കടപ്പെടുത്തരുത് കേട്ടോ. ഈ അമ്മയുടെ ആഗ്രഹം എല്ലാം ഒന്ന് സാധിച്ചു കൊടുത്തേക്കണേ. നീ ഹെൽപ്പ് ചെയ്താ ഞാൻ എന്നും ഈ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ ഇനി എന്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. പോരെ? മതി ബേട്ടി, ഐ ആം ഹാപ്പി. മൈ ലിറ്റിൽ കണ്ണ, ഇനി എന്നും ഈ ഹാപ്പി എന്റെ കൂടെ തന്നെ കാണണേ.